നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രി. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം, ജന്മപുണ്യമെന്ന് നരേന്ദ്രമോദി. പ്രധാന സേവകനൊപ്പം യോഗി ആദിത്യനാഥും. ഡൽഹി വോട്ടിടുന്നു. 70 മണ്ഡലങ്ങളിൽ ജനവിധിയെഴുത്ത്. ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. ജനാധിപത്യോത്സവത്തിന് എല്ലാവരും എത്തണമെന്ന് പ്രധാനമന്ത്രി. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാൻ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പന്തളത്ത്. വൈകിട്ട് 4-ന് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1 ലക്ഷത്തിലേറെ പേരെത്തും. പത്തനംതിട്ടയിലെ ആളുമാറിത്തല്ലലിൽ പോലീസ് ഒളിച്ചുകളി. SIക്ക് വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മറച്ചുപിടിച്ച FIR. വിവാഹ സംഘത്തെ മർദ്ദിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ. സ്ത്രീകളിൽ ഒരാളെയും പിന്തുടർന്ന് തല്ലി. പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേരളമാകെ. വിവിധ ജില്ലകളിൽ പരാതി പ്രവാഹം. കണ്ണൂരിൽ മാത്രം വെട്ടിച്ചത് 3 കോടി. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 7ാം പ്രതി. ഇടുക്കിയിൽ ഓണക്കിറ്റ് വാഗ്ദാനം ചെയ്തും തട്ടിപ്പ്. കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിൽ ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. പ്രതിക്ക് CPM ബന്ധമെന്ന് BJP. ഹോട്ടൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് CPMകാർ മാത്രം. പ്രക്ഷോഭം തുടരാൻ തീരുമാനം. ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ഡൊണാൾഡ് ട്രംപ്. മധ്യേഷ്യയുടെ പ്രധാന കേന്ദ്രമാക്കാമെന്ന് വാഗ്ദാനം. വൈറ്റ് ഹൌസിൽ ട്രംപിനെ കണ്ട് നെതന്യാഹു. സൗഹൃദം എന്നത്തേക്കാളും ശക്തമെന്ന് ഇരു നേതാക്കളും. സ്വർണത്തിന് പൊള്ളും വില. പവന് 63,240 രൂപ. ഇന്ന് 760 രൂപയുടെ വർധന. ഒരു മാസത്തിനിടെ കൂടിയത് 7,000 രൂപ. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മഹാകുംഭമേളയിൽ പങ്കെടുത്ത പ്രധാന സേവകൻ. വ്യോമമാർഗം പ്രയാഗ്രാജിലെത്തിയ പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. അറയൽഘട്ടിൽ നിന്ന് ബോട്ട് മാർഗമാണ് പ്രധാനമന്ത്രി മഹാകുംഭിൽ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ത്രിവേണി സംഗമത്തിൽ പ്രധാന സേവകന്റെ പുണ്യസ്നാനം, തുടർന്ന് പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ചു. വിവരങ്ങൾ. രോഹിണി, ഇന്ന് 10:15 പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ DPS ഹെലിപ്പാഡിലെത്തി. അവിടെ നിന്നും റോഡ് മാർഗമാണ് അദ്ദേഹം അരയിൽ ഘാട്ടിലേക്ക് എത്തിയത്. അരയിൽ ഘാട്ടിൽ നിന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം പ്രത്യേക ബോട്ടിലാണ് അദ്ദേഹം ഗംഗ, യമുന, സരസ്വതി, ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തിയത്. അവിടെ പ്രയാഗ്രാജിലെ ത്രിവേണി സ്നാനഘട്ടത്തിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നാനം നടത്തി. അതിനുശേഷം പ്രത്യേക ആരതികളിലും പൂജകളിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തി. അവിടെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാരും അതേപോലെ തന്നെ അഖാഡകളുടെ മഹാമണ്ഡലേശ്വരന്മാരുമായും കൂടിക്കാഴ്ച നടത്തി അനുഗ്രഹം തേടിയ ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത്. കുംഭനഗരിയിൽ എത്താൻ സാധിച്ചത് മുജ്ജന്ന സുഹൃതമായാണ് താൻ കാണുന്നതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഭക്തജനങ്ങൾക്ക് അതേസമയം യാതൊരുവിധ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ തന്നെ ഭക്തജനങ്ങൾക്ക് ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നിർവഹിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. VIP സന്ദർശനം ഒരു തരത്തിലും സാധാരണക്കാരായ ഭക്തജനങ്ങളെ ബാധിച്ചില്ല എന്നുള്ളതാണ്. 45 ോടകം തന്നെ 35 കോടിയിലധികം ജനങ്ങൾ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 26-ാം തീയതി വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. 26-ാം തീയതി മഹാശിവരാത്രിയോടുകൂടിയാണ് ഈ കുംഭമേളയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും വിവിധ ആത്മാന്വേഷികൾ ഒപ്പം തന്നെ സനാതന ധർമ്മത്തെ അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ ഇതിനോടകം തന്നെ കുംഭനഗരി സന്ദർശിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇതിനോടകം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും മഹാകുംഭനഗരിയിൽ എത്തിയിരുന്നു. ഇനി 10-ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാകുംഭനഗരിയിൽ എത്തുമെന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി അടക്കമുള്ള വലിയ പ്രമുഖരുടെ നിര തന്നെ മഹാകുംഭമേളയിലെത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പുറമെ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും പ്രയാഗ്രാജിലെ മഹാകുംഭനഗരിയിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരുന്നു. അങ്ങനെ വലിയ ഒരു ജനവിഭാഗത്തോടൊപ്പം VVIPകളുടെ സന്ദർശനവും മഹാകുംഭനഗരിയിലേക്ക് തുടരുകയാണ്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായത് അനുഗ്രഹീത അനുഭവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗംഗാമാതാവ് ഏവർക്കും സമാധാനവും ആരോഗ്യവും സാഹോദര്യവും നൽകട്ടെയെന്നും മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യതലസ്ഥാനത്ത് പോളിംഗ്. എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്ക് പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെ 19.95% പേർ വോട്ട് രേഖപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പ്രധാനമന്ത്രി ഡൽഹി വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ നടക്കുന്ന പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർമ്മാൺ ഭവനിൽ രാവിലെ തന്നെ വോട്ട് ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ, സോണിയാഗാന്ധി, ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും രാവിലെ വോട്ട് രേഖപ്പെടുത്തി. BJP 50-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ ജനം TVയോട് പ്രതികരിച്ചു. See, we are forming government on 8th. We will get at least 50 seats, and I want to appeal all Delhi people, please go out and cast your vote. Topmost priority to clean and to make Apna Yamuna river front, and we will make that happen. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ മുഴുവൻ ഡൽഹി വോട്ടർമാരോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പുതിയ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി എക്സിലൂടെ ആശംസകൾ നേർന്നു. വികസിത തലസ്ഥാനത്തിനായി വോട്ട് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആഹ്വാനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് വെറും യുദ്ധമല്ലെന്നും ധർമ്മയുദ്ധമാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അതീഷി പ്രതികരിച്ചു. ये जो दिल्ली का चुनाव है, ये सिर्फ चुनाव नहीं है, ये एक धर्म युद्ध है. ये अच्छाई और बुराई की लड़ाई है. ये सत्य और असत्य की लड़ाई है. ये काम और गुंडागर्दी की लड़ाई है. एक तरफ पढ़े लिखे, ईमानदार, काम करने वाले लोग हैं, और दूसरी तरफ गाली गलौच, गुंडागर्दी करने वाले लोग हैं. मुझे पूरा भरोसा है कि दिल्ली के लोग अच्छाई पर, सच्चाई पर, काम पर अपना वोट देंगे. दिल्ली के लोग बुराई को हराएंगे. दिल्ली के लोग गुंडागर्दी को हराएंगे. 1.56 കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ.
13,133 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജനം, ഡൽഹി. ഡൽഹിയിൽ 50 സീറ്റുകൾ നേടി BJP അധികാരത്തിലെത്തുമെന്ന് ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പർവേഷ് ശർമ്മ. BJP സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുക യമുന നദിയുടെ ശുചീകരണത്തിനായിരിക്കുമെന്നും പർവേഷ് ശർമ്മ ജനം TVയോട് പ്രതികരിച്ചു. ഡൽഹിയിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ന്യൂഡൽഹി. ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി പർവേഷ് സാഹിബ് സിംഗ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, യു ആർ വൺ ഓഫ് ദ പ്രോമിനന്റ് ഫേസ് ഓഫ് BJP in Delhi. So what is your assessment on the ground reaction of Delhi? See, we are forming government on 8th. We will get at least 50 seats. And I want to appeal all Delhi people, please go out and cast your vote. What about the Yamuna controversy? Because Arvind Kejriwal is blaming BJP Haryana. It will be our topmost priority to clean and to make Apna Yamuna river front, and we will make that happen. How many seats BJP will get? At least 50. നേരിടുന്നത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെയും കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയാണ്. അതിനാൽ തന്നെ നാഷണൽ ക്യാപിറ്റലിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ തന്നെയാണ്. ഇപ്പോൾ പർവേഷ് സാഹിബ് സിംഗ് നമ്മളോട് വ്യക്തമാക്കിയത് 40-ന് മുകളിൽ സീറ്റുകൾ നേടി ആധികാരികമായ ഒരു വിജയം ഡൽഹിയിൽ BJP നേടും. 27 വർഷങ്ങൾക്ക് ശേഷം അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂഡൽഹിയിൽ നിന്ന് മനോജ് കുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി. കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. CPM നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ളവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. പ്രതി അനന്തകൃഷ്ണനെതിരെ കണ്ണൂരിലും ഇടുക്കിയിലും വ്യാപക പരാതി. 7 പ്രതികളാണ് കേസിലുള്ളത്. ലാലി വിൻസെന്റ് സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് പറഞ്ഞു. നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം 494 പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം 2,96,00,000 രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നവർ അതിൻ്റെ ലീഗൽ അഡ്വൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ്. അതുപോലെ മുൻപും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ അന്വേഷണം നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പരാതിയിലുള്ള പേരിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നു. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ്. വിവിധ ജില്ലകളിൽ നിന്നടക്കം പരാതികളുടെ ഒരു പ്രവാഹം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 2000-ലേറെ പരാതികളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ്, വളപട്ടണം, അതുപോലെ തന്നെ പയ്യന്നൂർ, ശ്രീകണ്ഠാപുരം, മയിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി വനിതകളാണ് ഇത്തരത്തിൽ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെയും ധാരാളം വനിതകൾ തങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ആളുകൾ പരാതിയുമായി വന്ന ആളുകൾ ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിലേക്ക് എത്തിയിട്ടുള്ളത്? നമ്മൾ ഇതിലേക്ക് വന്നത് പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിലിട്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ആയത്. പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിൽ ഈ ഒരു ബ്രൗഷർ ഇട്ടിട്ടുണ്ടായിരുന്നു, 50% സബ്സിഡിയിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ മെമ്പർമാർ ഗ്രൂപ്പിലിട്ടത് പ്രകാരമാണ് കുറേ ആൾക്കാർ ജോയിൻ ആയിട്ടുള്ളത്. ഈ തട്ടിപ്പാണെന്ന് എങ്ങനെയാണ് ഇവർ ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറയുകയും നമ്മൾ പ്രതികരിക്കുമ്പോൾ പ്രതികരിക്കരുതെന്നും പ്രതികരിച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നും, അതുപോലെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ഒന്നും ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു ഇത് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ നമ്മളെ കൂടെ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോഴും അവരതിന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവരും കൂടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ പോലീസ് വിളിച്ചപ്പോഴും ഇവർ വന്നത് 3 മണിക്കും 4 മണിക്കും പോലീസ് പറഞ്ഞ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിലരൊക്കെ നാട് വിട്ട് വേറെ എവിടത്തൊക്കെ പോയി. അടുത്തെവിടെയാണ് മാറി നിന്നിട്ട് ഞാൻ ഈ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. ഒരാൾ നടുവേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് പോലീസ് അനങ്ങാതിരുന്നു. അപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നതാണ്. അവിടെ നിന്നൊന്നും നമുക്ക് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ കമ്മീഷണറെ സമീപിച്ചിട്ടുള്ളത്.
ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ 7 പേർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ തട്ടിപ്പിനും പ്രധാനി എന്ന് പോലീസ് കരുതുന്ന അനന്തു കൃഷ്ണനെ 1ാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7ാം പ്രതി കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ്. അവരാണ് ഈ കമ്പനി ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ ലീഗൽ അഡ്വൈസർ എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ഏതായാലും കേസെടുത്തിട്ടുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഏതാണ്ട് 2000-ഓളം പരാതികളാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പല ആളുകളും ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം കിട്ടുമെന്ന മോഹന വാഗ്ദാനം കേട്ടാണ് ഈ പൈസ നിക്ഷേപിച്ചത്. ഈ പണം നിക്ഷേപിച്ചതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ വലിയ തോതിൽ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചത്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ ഇവരുടെ പല പരിപാടികളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് വ്യാപകമായി പണം ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും വീണ ജോർജും അടക്കമുള്ള പല MLA-മാരടക്കം ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പല ചിത്രങ്ങളും ഇവർ ഈ ജനങ്ങളെ ആകർഷിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി മിഥുൻ. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നു. സുബിൻ, ഇടുക്കിയിലും വ്യാപകമായ പരാതി തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഇടുക്കിയിൽ നിലവിൽ 1000-ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ SP ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പരാതികൾ വരാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. എന്തായാലും ഇടുക്കി ജില്ലയിലും വ്യാപകമായ തട്ടിപ്പാണ് ഇത്തരത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത്. മൊത്തത്തിൽ അതായത് സംസ്ഥാന വ്യാപകമായി ഏകദേശം 700 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ടാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്കൂട്ടറിന് പുറമെ ഗൃഹോപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തരത്തിൽ പകുതി വില നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് അത്രയും നടത്തിയത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അതായത് 2018 ഈ ഒരു മൂവാറ്റുപുഴ ആസ്ഥാനമായി അനന്തു കൃഷ്ണൻ ഈ ഒരു മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു NGO ആരംഭിക്കുന്നത്. ആ NGOയ്ക്ക് കീഴിലാണ് ഈ ഒരു സീഡ് എന്ന പേരിൽ ഒരു സൊസൈറ്റി ആരംഭിക്കുകയും ഇതിന്റെ വിവിധ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ പല സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെ വെച്ച് ഈ പല സ്ഥലങ്ങളിൽ ആരംഭിച്ച ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഈ സാധനങ്ങൾ ആദ്യഘട്ടത്തിൽ കുറേയധികം ആളുകൾക്കെല്ലാം നൽകുകയും ചെയ്തിരുന്നു. സ്കൂട്ടറാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ നിരവധി ആളുകൾക്ക് ഇത് നൽകി വിശ്വാസത്തിലെടുക്കുന്നത്. ഈ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പരിപാടികൾ അയാൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൽ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കളെല്ലാം തന്നെ ഇടുക്കി ജില്ലയിൽ അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി Steve വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സാധനങ്ങൾ അതായത് ഈ കാർഷികോപകരണ സാധനങ്ങളെല്ലാം നൽകാൻ തന്നെ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകൾ വിശ്വാസമെടുക്കാൻ പല വഴികൾ നോക്കിയാണ് ഇത്തരത്തിൽ ഇയാൾ ഈ തട്ടിപ്പ് പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത്. ഈ തട്ടിപ്പിന് ശേഷം ഈ സാധനങ്ങൾ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇടുക്കി ജില്ലയിലും വ്യാപകമായി തന്നെ പരാതികൾ വന്നു തുടങ്ങിയത്. പ്രധാനമായും ഈ നെടുങ്കണ്ട മേഖല അതുപോലെ തന്നെ കുമളി, കണക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കൂടുതലായും ഈ പരാതികൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുടയത്തൂരിലെ അനന്തുവിന്റെ വീടിന് സമീപത്തുള്ളവരും ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം ഏറെക്കാലമായി ഈ തട്ടിപ്പുകൾ നടത്തുകയും അത് സെറ്റിൽമെന്റ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരാളാണ് അനന്തു എന്ന് പറയുന്നത്. അതിനുശേഷം കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസുമാണ് വിവരങ്ങൾ നൽകിയത്. സീഡ് തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണന്റെ വളർച്ച വേഗത്തിലായിരുന്നുവെന്ന് ഇടുക്കി കാഞ്ഞാറിലെ ഇയാളുടെ അയൽവാസികൾ. മുൻപ് മണി ചെയിൻ മോഡൽ തട്ടിപ്പ് നടത്തിയ ആളാണ് അനന്തുകൃഷ്ണനെന്നും ഈ തുകയെല്ലാം പിന്നീട് കൊടുത്തു തീർത്തുവെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷം നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്നയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ഇങ്ങനെ നിങ്ങൾ ഈ ഭാഗത്ത് ഇതുപോലെ സൊസൈറ്റികളൊക്കെ രൂപീകരിച്ചതിനെ പറ്റി അറിയായിരുന്നു? അത് കോളപ്പുറം ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ, ആൾക്കാരെല്ലാം ജോലിക്കാന്നും പറഞ്ഞ് പോകുന്നൊക്കെ കാണാം. അല്ലാതെ നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ നിലവിൽ ഇവനെ കൊണ്ട് ആരും ഒരു കുറ്റവും പറയില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മളോടൊക്കെ നമ്മളെ പിള്ളേരെ വിളിക്കുന്ന പോലെയൊക്കെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചാ. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ആള് നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. പിന്നെ ഇതിനു മുമ്പ് ചില തട്ടിപ്പിലൊക്കെ പെട്ടുപോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമ്മള് നാട്ടുകാരായത് ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നടക്കുന്നു. പിന്നെ ആൾക്കാരെ പറഞ്ഞുള്ള വിവരങ്ങളൊക്കെ ഉള്ളൂ നമുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയില്ല. അല്ലാതെ കൂടുതൽ വിവരങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും പെട്ടെന്ന് ഇങ്ങനെ വലുതാവുകയൊക്കെ ചെയ്തു.
അതിവിടെ പലർക്കും ഒരു സംശയത്തിന് എന്നെല്ലാം ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് ഒരാൾ ഇത്രയും പെട്ടെന്ന് മുങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ഹൈന്ദവ പരിഷത്ത് വിശേഷം. ൂമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. പരിഷത്തിലേക്ക് 1 ലക്ഷത്തിലധികം പേരെത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഹിന്ദു മതപരിഷത്ത് ഭൂമി. 1 ലക്ഷത്തിലധികം ആളുകളെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി പരിഷത്ത് പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള പടുകൂറ്റൻ വേദിയും ഒപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ഇരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വിന്യാസത്തിലാണ് ഈ സമ്മേളന വേദിയും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ. ഈ ചെറുകോൽപ്പുഴ, അയിരൂർ, കോഴഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർസംഘചാലക് ഇപ്പോൾ ഉള്ളത് പന്തളത്താണ്. 3:20 ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം എത്തും. 3:20 ചെറുകോൽപ്പുഴയിലെത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രധാന വേദിയിലേക്ക് എത്തിക്കും. 4 മണി മുതൽ അദ്ദേഹം വേദിയിലുണ്ടാകും. 4:15 പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. ഗുരു സ്മൃതിയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അദ്ദേഹം നിർവഹിക്കും. 4:30 അദ്ദേഹം ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു മഹാ ഏകതാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നിരവധി രാഷ്ട്രീയ സ്വയംസേവക പ്രവർത്തകരും മറ്റ് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം ഇപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ 158 ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് നടക്കുന്ന ഈ RSS സർസംഘചാലകന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ചേരുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠർ ഇന്നത്തെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഒരു സമ്മേളനത്തിനാണ് ഇന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പുണ്യഭൂമി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ BJP മിസോറാം മുൻ ഗവർണർ ഒപ്പം തന്നെ BJP നേതാവായ കുമ്മനം രാജശേഖരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഒരു ചരിത്ര നിയോഗത്തിനാണ് ഹിന്ദു പരിഷത്ത് ഭൂമി സാക്ഷ്യം വഹിക്കുന്നത്. 113 വർഷം പൂർത്തിയാക്കിയ ആ പരിഷത്ത് ഭൂമിയിലേക്ക് 100 വർഷം പൂർത്തിയാക്കിയ RSSന്റെ മേധാവി എത്തുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു സാന്നിധ്യത്തെ? ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒട്ടേറെ വഴിത്തിരിവുകൾക്കിടയാക്കിയിട്ടുള്ള പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഭൂമിയാണ് ഈ പമ്പാതീരം, പ്രത്യേകിച്ച് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ്റെ അടങ്ങുന്ന ഈ ഒരു പ്രദേശം. ഒട്ടേറെ മഹാത്മാക്കൾ വരികയും അവരുടെ ധർമ്മ പ്രഭാഷണങ്ങൾ കൊണ്ട് ധന്യമാവുകയും ചെയ്ത മണ്ണാണ്. അങ്ങനെ ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള ഈ ചെറുകോൽപ്പുഴയിൽ ഭാരതത്തിൻ്റെ തന്നെ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു മഹാത്മാവ് എത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹൽ സന്ദേശം തന്നെയാണ്. ഈ ചെറുകോൽപ്പുഴ എന്ന് പറയുന്നത് ഈ മണ്ണിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് തടിച്ചുകൂടുന്നത്. ജാതി, മത, വർഗ, വർണ്ണ ഭേദ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വേണ്ടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഏറ്റവും ധന്യമായ ഒരു മണ്ണാണ്. അവിടെയാണ് ഈ ഏകതാ സമ്മേളനം നടക്കുന്നത്. ഈ ഏകതാ സമ്മേളനത്തിന് ഉജ്ജ്വലമായ ഒട്ടേറെ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകാനുള്ളത്. ലോകത്തോട് വിളിച്ചു പറയുകയാണ് ആ സന്ദേശങ്ങൾ. അത് തീർച്ചയായും സാംസ്കാരികമായ സമന്വയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹജീവനത്തിൻ്റെ ഒക്കെ ഉജ്ജ്വലമായ ഉദാത്തമായ സന്ദേശമാണ് ഈ ഏകതാ സമ്മേളനം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇനിയുള്ള ഹിന്ദുമത പരിഷത്തിന്റെ ഇനിയുള്ള വർഷങ്ങളിലേക്കും വലിയൊരു നാഴികക്കല്ലായി മാറുകയാണ് സർസംഘചാലകന്റെ ഈ സാന്നിധ്യം. ഹിന്ദു ഏകതാ സമ്മേളനം, ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ് നടക്കുന്നത്. ഈ ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ആഹ്വാനങ്ങൾ മുഴങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് തീർച്ചയായിട്ടും സദാനന്ദ സ്വാമികൾ, അതുപോലെ തീർത്ഥപാദ പരമവംശ സ്വാമികൾ തുടങ്ങിയിട്ടുള്ള ഉജ്ജ്വലരായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും വളരെ കഠിനാധ്വാനം ചെയ്ത് തുടങ്ങിവെച്ച ഒരു മഹാസംരംഭമാണ്. ആഗമാനന്ദ സ്വാമികളെപ്പോലെ
ഈ കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഈ മണ്ണിൽ വന്നിട്ടുണ്ട്. ഇത്രയേറെ പഴക്കമുള്ള ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ വേറെ ഒരിടത്തും നടക്കുന്നില്ല. പമ്പാ നദിയുടെ തീരം എന്ന് പറയുന്നത് അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഈ മണ്ണിൽ ഒട്ടേറെ കഥകൾ അന്തിയുറങ്ങും. ചരിത്ര സംഭവങ്ങളുടെ മുഹൂർത്തങ്ങൾ, ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാമായണ കഥ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പമ്പയുടെ തീരപ്രദേശം മുഴുവൻ തന്നെ ഉജ്ജ്വലങ്ങളായ ഉദാത്തമായ പൈതൃകങ്ങളുടെ ഒരു നേർക്കാഴ്ച നമുക്ക് എന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ്, പമ്പയുടെ തീരത്തേക്കാണ് ഈ ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പമ്പ തീരം. അദ്ദേഹം കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയത്. വിവിധ പരിപാടികളുടെ എല്ലാം പൂർത്തീകരണത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് ഇന്ന് വൈകിട്ട് 4:30 അദ്ദേഹം ഈ പമ്പാ തീരത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആ നിമിഷം. ശരി മിഥുൻ. 113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാൻ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പത്തനംതിട്ടയിലെത്തി. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാറിന്റെ പന്തളത്തെ വസതിയിലെത്തിയ അദ്ദേഹം വിശ്രമത്തിന് ശേഷം ചെറുകോൽപ്പുഴയിലേക്ക് പോകും. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ കണ്ട സന്തോഷത്തിലാണ് പന്തളം നഗരസഭയിലെ കൗൺസിലർമാർ. ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിയത്. സർസംഘചാലകിനോട് സംസാരിക്കാൻ സാധിച്ചത് സമാജ സേവനത്തിനായുള്ള ഊർജം നൽകിയെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറുകോൽപ്പുഴ ഹിന്ദു മത പരിഷത്ത് അത് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അതിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഈ വിശ്രമവേളയിൽ അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ച ജനപ്രതിനിധികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരൊക്കെ തന്നെയും പന്തളം നഗരസഭയിലെ അംഗങ്ങളാണ്. മുൻ ചെയർപേഴ്സൺ സുശീല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു, സംസാരിക്കാൻ സാധിച്ചു? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകം അടുത്ത് നിന്ന് സംസാരിക്കാനും ഞങ്ങൾക്കെല്ലാം അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ സാധിച്ചു. ഭയങ്കര സന്തോഷം തോന്നുകയാണ്. വളരെ സന്തോഷം. നമുക്ക് പ്രവർത്തിക്കാനൊരു ഊർജ്ജം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നത് തന്നെ വലിയൊരു ഊർജ്ജം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിയപ്പോൾ അത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ രമ്യ, എന്തായാലും ഇത്രയധികം നിങ്ങൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത് കാണുവാൻ വേണ്ടിയിട്ട്? 13 പേര്. ഞങ്ങളുടെ ഒരു പുണ്യമായിട്ട് തന്നെയാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചു? ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ വളരെ സന്തോഷം ഞങ്ങളെ കണ്ടതിൽ എന്ന് അറിയിക്കുകയും ചെയ്തു. തീർച്ചയായും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ചേരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പേര് ബിജുകുമാർ. ഞാൻ പന്തളത്ത് മഹാദേവർ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇത് വൈസ് പ്രസിഡന്റ് ശ്രീ വിജയകുമാർ മഞ്ചാടി. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് എത്തിയത്. അദ്ദേഹത്തിന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉപഹാരം നൽകാനായിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. അത് നിർദ്ദേശം അനുസരിച്ച് അത് കൊടുക്കാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും അദ്ദേഹത്തിനോട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെ പറ്റിയൊക്കെ പറയാനൊക്കെ സാധിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഓരോ ക്ഷേത്രത്തിൽ നിന്നും എത്തിയവരുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ കണ്ട സന്തോഷത്തിൽ തന്നെയാണ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു ഞങ്ങൾക്കാണെങ്കിൽ തൊട്ടടുത്തിന് ഇലക്ഷൻ വരികയാണ്. ആ ഒരു ഇലക്ഷനിൽ കുറേ കൂടെ സജീവമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ഊർജം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ കണ്ടത് തന്നെ അതൊരു വലിയൊരു ഊർജം തന്നെയാണ്.
തീർച്ചയായും അത്തരത്തിലൊരു ഊർജ്ജം പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലുള്ളവർക്കും പകർന്നു നൽകുവാൻ വേണ്ടി ഈ ഒരു യാത്ര സാധിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ചെറുകോൽ പുഴയിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം അത് തന്നെയായിരിക്കും ഈ ഒരു സംഘം 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ഈ കേരളത്തിലെത്തി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അത് കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഊർജ്ജം തന്നെയാണ്. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം. പത്തനംതിട്ടയിൽ യാത്രക്കാരെ മർദ്ദിച്ച SIക്ക് SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റം. SI S ജിനുവിനെയാണ് സ്ഥലം മാറ്റിയത്. SIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിച്ചു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയിലാണ് പോലീസുകാർക്കെതിരെ കേസെടുത്തത്. പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കോട്ടയം പാലായിൽ ഭാര്യമാതാവിനെ മരുമകൻ തീ കൊളുത്തിക്കൊന്നു. പൊള്ളലേറ്റ മരുമകനും മരിച്ചു. അന്ത്യാളം സ്വദേശി നിർമ്മല, മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യമാതാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തൃശൂർ കോടന്നൂരിൽ ഓട്ടോ ദേഹത്തിടിക്കാൻ പോയി എന്നാരോപിച്ച് യാത്രക്കാരന് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ ചേനം സ്വദേശിക്ക് പരിക്ക്. സംഭവത്തിൽ 9 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, എന്തായിരുന്നു സംഭവം? ആഴ്ചയായിരുന്നു സംഭവം. ഈ കോടന്നൂർ പ്രദേശത്ത് എത്തിയ ഓട്ടോറിക്ഷ ദേഹത്ത് ഇടിക്കാൻ പോയി എന്ന പേരിലാണ് ഇത്തരത്തിൽ യാത്രക്കാരനുമായി ഒരു സംഘം തർക്കമാവുകയും തുടർന്ന് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഈ കോടന്നൂരിലെ ഒരു ബാറിലെത്തിയ യുവാക്കളാണ് യാത്രക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ഈ സംഭവം ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായതോടുകൂടി തന്നെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. എന്നാലും ഈ പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. 9 യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശരി ആനന്ദ്. തൃശൂരിൽ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. എറിയനാട് സ്വദേശി ഷാജുവിനെയാണ് പിടികൂടിയത്. ഗുരുതരമായി പരിക്കേറ്റ മതിലകം സ്വദേശി സയ്യിദ് മുഹമ്മദ് ചികിത്സയിൽ തുടരുന്നു. ആനന്ദ് ചേരുന്നു. ആനന്ദ്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഈ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം മദ്യപിക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഈ സംഘർഷം ഉണ്ടാവുന്നത്. തുടർന്ന് കൊലപാതക ശ്രമത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്നും ഈ വയോധികനെയാണ് ഈ പ്രതി തള്ളിയിട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറിയാട് അത്താണി ചെട്ടിപ്പറമ്പിൽ 48 വയസ്സുള്ള ഷാജുവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മതിലകം സ്വദേശി, അതായത് ഈ പ്രതിയുടെ ആക്രമണത്തിൽ കെട്ടിടത്തിൽ നിന്ന് വീണ ഈ മതിലകം സ്വദേശി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇയാൾ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. ടോൾ പിരിവിലൂടെ കൊള്ള ലാഭമുണ്ടാക്കാനുള്ള ധനവകുപ്പ് നീക്കം മുൻ പഠനങ്ങൾ മറച്ചുവെച്ച്. ടോൾ പിരിവ് കൊണ്ട് സാമ്പത്തിക നേട്ടം ലഭിക്കില്ലെന്ന് മന്ത്രി G സുധാകരന്റെ കാലത്തെ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. അന്ന് ടോൾ ഒഴിവാക്കിയ 14 പാലങ്ങൾക്കും വീണ്ടും ടോൾ പിരിക്കാനാണ് സർക്കാർ നീക്കം. സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിലും പാലങ്ങളിലുമൊക്കെ ടോൾ സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണ്. ടോളിന് പകരം യൂസർ ഫീസ് എന്ന വിളിപ്പേരിൽ കരട് നിയമം ഉടൻ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലുമെത്തും. ടോൾ പിരിവിനെ സംബന്ധിച്ച കിഫ്ബി പഠനവും മുന്നോട്ട് പോകുന്നു. എന്നാൽ കൊള്ളലാഭമുണ്ടാക്കാനുള്ള ധനവകുപ്പ് നീക്കം മുൻ പഠനങ്ങൾ മറച്ചുവെച്ചാണെന്നതിന് തെളിവാണ് 2018 പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ ഈ ഉത്തരവ്. G സുധാകരന്റെ കാലത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 3/12/2018 പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 14 പാലങ്ങളുടെയും ടോൾ പിരിവ് അവസാനിപ്പിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചെലവും വരവും തമ്മിലുള്ള അന്തരം കണക്കിലെടുക്കുമ്പോൾ ടോൾ പിരിവ് ലാഭകരമല്ലെന്നായിരുന്നു കണ്ടെത്തൽ. വകുപ്പിന് കീഴിലുള്ള 14 പാലങ്ങൾക്കുമായി 208.04 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ടോൾ പിരിവിൽ നിന്നുള്ള വരുമാനം വെറും 5.21 കോടി മാത്രമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്.
മുൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് അട്ടിമറിച്ച് അന്ന് ടോൾ ഒഴിവാക്കിയ 14 പാലങ്ങൾക്കും ടോൾ പിരിവ് ഏർപ്പെടുത്താനും നീക്കം ആരംഭിച്ചിരിക്കുന്നു. കിഫ്ബി പദ്ധതികളിൽ യൂസർ ഫീ, ടോൾ എന്നിവ പിരിക്കില്ലെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക് നിയമസഭയിൽ മറുപടി നൽകിയത്. ഇതിന് പിന്നാലെയാണ് 14 പാലങ്ങൾക്ക് ടോൾ ഒഴിവാക്കിയ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവും പുറത്തുവരുന്നത്. പുതിയ തീരുമാനത്തിന് പിന്നിൽ ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വലിയ വ്യതിചലനം കൂടിയാണ് വ്യക്തമാകുന്നത്. നയവ്യതിയാനത്തിനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്ന് മാത്രം. ജനം, തിരുവനന്തപുരം. മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എമ്മിനും രൂക്ഷ വിമർശനവുമായി CPM ഇടുക്കി ജില്ലാ സമ്മേളനം. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ വന്നത് പ്രയോജനം ചെയ്തില്ല. ഇടുക്കി പാക്കേജ് വെറും പ്രഖ്യാപനമായി. ആഭ്യന്തര വകുപ്പിനും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. പ്രതിഷേധം ശക്തമായിട്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ CPM. പാർട്ടി നീക്കം കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കാൻ. സംസ്ഥാന സമ്മേളനം അടുത്ത സാഹചര്യത്തിൽ മറ്റ് ചർച്ചകളിലേക്ക് വഴിമാറേണ്ടെന്നും പാർട്ടി. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും CPM MLAയുമായ M. മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും സംരക്ഷണ കവചമൊരുക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. കോടതി തീരുമാനം വരട്ടെ എന്ന നിലപാടിന് പിന്നിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ തൽക്കാലം പാർട്ടിക്കാവതിൽ നിന്ന് തിരിച്ചറിവ് കൂടിയുണ്ട്. കൊല്ലത്തിന് ആര് മത്സരിച്ചാലും ജയിക്കില്ലെന്ന തലത്തിലേക്ക് ജനവികാരം എതിരായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഒപ്പം മാർച്ചിൽ CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ല കൂടിയാണ് കൊല്ലം. അതിനിടയിൽ തൽക്കാലം തണുത്തിരിക്കുന്ന വിവാദത്തിന് വീണ്ടും ചൂട് പിടിപ്പിക്കേണ്ടെന്നതും രാജിചർച്ചകൾ ഒഴിവാക്കുന്നതിന് പിന്നിലുണ്ട്. മുകേഷ് രാജ്യസന്നദ്ധത അറിയിച്ചാലും CPM അത് അംഗീകരിക്കില്ല. കോടതി തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനാണ് മുകേഷ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വനിതാ നേതാക്കളെ അടക്കം രംഗത്തിറക്കി തീരുമാനത്തെ ന്യായീകരിക്കുന്നതും മുകേഷിനെ കോടതി വിധി വരെയെങ്കിലും സംരക്ഷിച്ചു നിർത്താൻ ഉറച്ചു തന്നെ. അതേസമയം പാർട്ടി പരിപാടികളിൽ തൽക്കാലം മുകേഷ് പങ്കെടുക്കേണ്ടതില്ലെന്നാണ് CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടി പോസ്റ്ററുകളിൽ മുകേഷിന്റെ പടം ഉൾപ്പെടുത്തുകയുമില്ല. നിലപാട് സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളുടെ കാരിയർമാരായി ബംഗ്ലാദേശികളുമുണ്ടെന്ന് സംശയം. പണമുണ്ടാക്കാൻ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറായാണ് ബംഗ്ലാദേശികൾ എത്തിയതെന്ന് പോലീസ്. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം ലഹരി ഇടപാടുകളുടെ പ്രധാന കണ്ണികളായി മാറുകയാണ് വിവിധ ഭാഷാ തൊഴിലാളികൾ. ലഹരി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള ഏത് കുറ്റകൃത്യം നടത്തിയും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിലെത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ലഹരി മാഫിയ ബംഗ്ലാദേശികളെ കരിയർമാരായി മാറ്റാനുള്ള സാധ്യതയാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട നിരവധി ലഹരി കേസുകളുണ്ട്. ഇവർക്കായി വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി ഗോഡൌണുകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂർ സൗത്ത് വല്ലത്തെ ഗോഡൌണിൽ നിന്ന് 400 ചാക്ക് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇതിനൊപ്പം വിൽപ്പനയ്ക്കായി വീടുകളിൽ സൂക്ഷിച്ച 10 കിലോ കഞ്ചാവുമായി വിവിധ ഭാഷാ തൊഴിലാളികളായ ദമ്പതികളും പിടിയിലായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് എക്സൈസ് സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട ലഹരിക്കടത്തും ലഹരി വിൽപ്പനയും വർദ്ധിക്കുമ്പോഴാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ലഹരി മാഫിയ ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. ജനം, കൊച്ചി. തട്ടിപ്പു കേസിൽ സീഡ് സൊസൈറ്റിയുടെ കണ്ണൂർ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തുന്നു. കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഇപ്പോൾ സീഡ് സൊസൈറ്റിയുടെ കണ്ണൂർ ഓഫീസിലാണല്ലോ പോലീസ് പരിശോധന. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് അവിടെ നിന്നും കണ്ടെത്താൻ ശ്രമിക്കുന്നത്? രോഹിണി, കണ്ണൂർ ടൗൺ SHO ആയ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ സീഡ് സൊസൈറ്റിയുടെ ഓഫീസിലെത്തി പരിശോധന വരുന്നത്. ഈ നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 2000-ഓളം കേസുകൾ ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി രേഖകൾ പരിശോധിക്കുന്നത്. എന്തൊക്കെ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നത്, എന്തൊക്കെ സാമ്പത്തിക ട്രാൻസാക്ഷനുകളാണ് നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ സംഘത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സീഡ് സൊസൈറ്റിയുടെ ഓഫീസിലുള്ള രേഖകൾ ഓരോന്നും ചോദിച്ചു വാങ്ങി പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ സൊസൈറ്റിയുടെ ഓഫീസിലേക്ക് ഈ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയപ്പോൾ ഒരാൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ഇവിടുന്ന് ഡോക്യുമെന്റുകൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ രേഖകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ഓരോ രേഖകളും ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ രേഖകളും ഇപ്പോൾ ചോദിച്ച് വാങ്ങി അത് പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ
പരിശോധന ഉടൻ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി, അതായത് പകുതി വിലയ്ക്ക് ഏത് രീതിയിലാണ് ഇവർ ഈ സ്കൂട്ടറുകൾ നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങൾ നൽകുന്നൊരു പരിശോധന പ്രധാനമായും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പരിശോധന ഇപ്പോൾ നടന്നു വരുന്നതും. അല്പസമയത്തിനകം തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം ഇവിടുന്ന് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന ആ കേസിൽ കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരുന്നു. ഈ സീഡ് സൊസൈറ്റിയുടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസിയായ സ്പിയാർട്സിൻ്റെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ്. അവരെ 7ാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 1ാം പ്രതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലുള്ള മൂവാറ്റുപുഴ സ്വദേശി അനന്തു കൃഷ്ണനാണ്. ഇയാളെ ഉൾപ്പെടെ 7 പേരെ ആണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. സീഡ് സൊസൈറ്റിയുടെ അംഗങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ തട്ടിപ്പിൽ ഇരയായ 90% ആളുകളും സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സ്വയം തൊഴിൽ നൽകാം അല്ലെങ്കിൽ അവർക്ക് സഹായമായി സ്കൂട്ടർ നൽകാം, പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പരാതികൾ വ്യാപകമായി വരികയും അല്പസമയം മുമ്പ് ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ വനിതകൾ ധാരാളമായി എത്തുകയും അവിടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദ്രുതഗതിയിൽ ഇത്തരം ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം രാജ്യാന്തരം. ഗാസ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ഡൊണാൾഡ് ട്രംപ്. മധ്യേഷ്യയുടെ പ്രധാന കേന്ദ്രമാക്കാമെന്ന് വൈറ്റ് ഹൌസിൽ ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു. സൗഹൃദം എന്നത്തേക്കാളും ശക്തമെന്ന് ഇരു നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസിനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ശത്രുക്കളെ വരെ ഇസ്രായേൽ ഇല്ലാതാക്കിയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം മികച്ച പിന്തുണയാണ് ഇസ്രയേലിന് ലഭിച്ചതെന്ന് അമേരിക്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സംഘർഷത്തിൽ തകർന്ന ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്ന വാഗ്ദാനവും ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകി. ഹൂതി വിമതരെ ഭീകരരായി പ്രഖ്യാപിക്കുകയും ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്. Nobody was being funded. There would never have been an October 7th. 2 weeks ago, I once again designated the Houthis as a terrorist organization. They're trying to destroy world shipping lanes, and that's not going to happen. And over the weekend, I ordered airstrikes against senior ISIS leaders hiding in the caves of Somalia and took them out. Here in America, we've begun the process of deporting foreign terrorists, jihadists, and Hamas sympathizers from our soil, just as we have people that are extremely evil. നാളിതുവരെയുണ്ടായ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. I'm honored that you invited me to be the first foreign leader to visit the White House in your second term. This is a testament to your friendship and support for the Jewish state and the Jewish people. I've said this before. I'll say it again. You are the greatest friend Israel has ever had in the White House. അമേരിക്ക ശത്രുക്കളായി കണ്ടവരെ പോലും ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നും നെതന്യാഹു പറഞ്ഞു. Iran and its henchmen in the Middle East were absolutely ecstatic. Haniya praised the massacre. Sinwar said that Israel was finished. Nasrallah boasted that Israel was, here's what he said, is feeble as a spider's web. Well, Mr. President, Haniya is gone, Sinwar is gone, Nasrallah is gone. We've devastated Hamas, we decimated Hezbollah, we destroyed Assad's remaining armaments, and we crippled Iran's air defenses. And in doing this, we've defeated some of America's worst enemies. We took out terrorists who were wanted for decades for shedding rivers of American blood, including the blood of 241 Marines murdered in Beirut.
we accomplished all this. ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യം അമേരിക്ക സന്ദർശിക്കുന്ന വിദേശ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. ശക്തമായ പിന്തുണ ഇസ്രയേലിന് നൽകുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ട്രംപിൻ്റെ ആദ്യ അതിഥിയായി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ പദ്ധതിയിട്ടുള്ള അവലോകനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, സൈന്യത്തിലെയും CRPF-ലെയും ജമ്മു കാശ്മീർ പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഒരു മുൻ സൈനികനും കുടുംബത്തിനും നേരെ തീവ്രവാദികൾ വെടിയുതിർത്ത സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി സുരക്ഷാ അവലോകന യോഗം ചേർന്നത്. കടുത്ത വിഭാഗീയതയ്ക്കിടയിൽ NCB സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ നടന്നു. AK ശശീന്ദ്രൻ പക്ഷം യോഗത്തിൽ പങ്കെടുത്തില്ല. ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ക്ഷണമുണ്ടായിരുന്നില്ല. പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് കെ തോമസിനെയും നേതൃയോഗത്തിലേക്ക് ക്ഷണിച്ചില്ല. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിനെത്തി. മന്ത്രിയെയും പാർലമെന്ററി പാർട്ടി നേതാവിനെയും ഒഴിവാക്കിയാണ് യോഗം വിളിച്ചതെന്ന് മറുപക്ഷം ആരോപിച്ചു. മന്ത്രിമാറ്റം ഉണ്ടാകണമെന്നും AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുമാണ് PC ചാക്കോ പക്ഷം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിർപ്പിനെ തുടർന്നായിരുന്നു മന്ത്രിമാറ്റ നീക്കം നടക്കാതെ പോയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുന്ന PC ചാക്കോയുടെ പ്രസംഗം പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തു നോക്കി കുറിക്കുകൊള്ളും വിധം സംസാരിക്കാൻ അറിയാമെന്നായിരുന്നു PC ചാക്കോ തിരുവനന്തപുരത്ത് NCP യോഗത്തിൽ പ്രസംഗിച്ചിരുന്നത്. മന്ത്രിമാറ്റം പാർട്ടി തീരുമാനമാണെന്നാണ് PC ചാക്കോ പക്ഷത്തിന്റെ നിലപാട്. LDF വിടുമെന്ന സൂചന പോലും PC ചാക്കോ നടത്തിയെന്നും AK ശശീന്ദ്രൻ വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാറ്റ തർക്കങ്ങൾ NCPയിൽ പരിഹാരമില്ലാതെ നീളുകയാണ്. ജനം, കൊച്ചി. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഹോട്ടൽ ഉടമ ദേവദാസ് അറസ്റ്റിൽ. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും. പ്രതി പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്ന് DYSP AP ചന്ദ്രൻ. ദേവദാസും കൂട്ടുപ്രതികളും രാത്രി ഇരയുടെ താമസ സ്ഥലത്ത് പോയതിന് തെളിവുണ്ടെന്നും DYSP പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ജില്ലാ റൂറൽ SPയോട് അടിയന്തര റിപ്പോർട്ട് തേടി സംസ്ഥാന വനിതാ കമ്മീഷൻ. വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിന് FIR അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. നമ്മൾ അതിന് ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. അത് സഫലമാവുകയും ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ FIR ഇട്ടത്. ആ എഫേർട്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ്. ഇനി മറ്റു 2 പ്രതികളെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അത് ഉടനെ അറസ്റ്റ് ചെയ്യും. അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ അതിനനുസരിച്ച്. കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിൽ പ്രതിക്ക് CPM ബന്ധമെന്ന് BJP. ഹോട്ടൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് CPM നേതാക്കളും പ്രവർത്തകരും മാത്രം. തെളിവെടുപ്പ് നടക്കുന്നയിടത്ത് BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP പറഞ്ഞു. കോഴിക്കോട് മുക്കം സങ്കേതം ഹോട്ടലിൽ നടന്നിട്ടുള്ള ജീവനക്കാരിക്ക് നേരെ അതിന്റെ ഉടമ നടത്തിയിട്ടുള്ള പീഡന ശ്രമത്തിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP. നേരത്തെ പ്രതിയുമായി തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് തന്നെ BJP പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് T ദേവദാസ് മാസ്റ്റർ ഇപ്പോൾ നമ്മളിപ്പോൾ ചേരുകയാണ്. ഏത് രീതിയിലായിരിക്കും BJPയുടെ ഇനി സമര പരിപാടികൾ മുന്നോട്ടേക്ക് പോവുക? BJP ഇന്ന് ഈ ഹോട്ടലിന്റെ മുമ്പിലേക്ക് സമരം വെച്ചിട്ടുണ്ടായിരുന്ന സാഹചര്യം കഴിഞ്ഞ 4 ദിവസമായി ഇത്ര ദാരുണമായ ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുന്ന സമയത്ത് ഈ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് പോലീസിന് ഇനി ആ പ്രതിയെ സംരക്ഷിക്കാനാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്ക് വന്നതുകൊണ്ട് അവർ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിയെ സംരക്ഷിക്കുമായിരുന്നു. അതിന് ഇയാളെ സംരക്ഷിക്കപ്പെടാൻ മാത്രം ശക്തമായ ഒരു വ്യക്തിയാണോ അയാൾ? തീർച്ചയായിട്ടും ഈ പ്രതി വളരെ ശക്തമായ രീതിയിൽ CPM അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന വ്യക്തിയാണ്. CPMന് വളരെ വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കും പാർട്ടി ഘടകങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ആ ഒരു കാര്യം അയാൾ ഈ ഇവിടുത്തെ ഉദ്ഘാടന സമയത്ത് മറ്റാരെയും ക്ഷണിക്കാതെ CPMന്റെ ആളുകളെ മാത്രം ക്ഷണിച്ച് വരുത്തിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടനം നടത്തുക വഴി അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ദിവസം CPM ഇടപെട്ടത് കൊണ്ടാണ് ഈ തരത്തിൽ 4 ദിവസം അറസ്റ്റ് വൈകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. ഇനിയിപ്പോൾ 2 പേരെ കൂടെ പിടികൂടാനുണ്ട്. അവരെ പിടികൂടുന്നതുവരെ BJP സമരം രംഗത്തുണ്ടാവുമോ? 2 പേരെ പിടികൂടുക എന്നുള്ളത് മാത്രമല്ല,
ആ രണ്ടുപേരെ പിടികൂടി കഴിഞ്ഞതിന് ശേഷം ആ വിക്ടിമായിട്ടുള്ള ആ യുവതിയുടെ മൊഴിക്കനുസരിച്ച് വളരെ കൃത്യമായ രീതിയിൽ മാതൃകാപരമായ രീതിയിൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് നിയമ നടപടികൾക്ക് തയ്യാറാവണം. അല്ലാത്ത പക്ഷം BJP വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ രംഗത്തുണ്ടാവും. പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം BJPക്കുണ്ട്. പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ തന്നെ അതിൻ്റെ ഒരു ശ്രമമുണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ബാക്കി എല്ലാ കാര്യത്തിനും നാട്ടിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന DYFI-കാരനെയോ CPM-കാരനെയോ ഇവിടെ ഒരു പ്രതിഷേധത്തിന് വേണ്ടി ഒരു സമയത്ത് പോലും കണ്ടില്ലല്ലോ. അത് തന്നെ അത് അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പോലീസിന് വേണ്ട രീതിയിൽ ഈ കേസന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പക്ഷേ പ്രതിയെ പിടികൂടുന്നതുവരെയും പെൺകുട്ടിക്ക് പൂർണ്ണമായ നീതി ലഭിക്കുന്നതുവരെയും പ്രക്ഷോഭം ശക്തമാക്കുമെന്നാണ് BJP ജില്ലാ ഘടകം പറയുന്നത്. ക്യാമറമാൻ പ്രക്ഷോഭനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ്. പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രത്യേകമായി നിർമ്മിച്ച കൊടുവാളിൽ കടയുടെ സീലടക്കമുണ്ട്. എന്നാൽ കടയുടമ ഇക്കാര്യം നിഷേധിച്ചു. എലവഞ്ചേരിയിലെ അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ ചെന്താമരയെ എത്തിച്ചാണ് രണ്ടാം ദിവസമായ ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് താൻ കൊലപാതകത്തിനുപയോഗിച്ച കൊടുവാൾ വാങ്ങിയത് എന്നും പ്രത്യേകമായി താൻ ആവശ്യപ്പെട്ട തരത്തിൽ ആയുധം നിർമ്മിച്ച് നൽകിയെന്നും പണം നൽകിയത് എവിടെ വെച്ചാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെന്താമര പോലീസിനോട് വിവരിച്ചു. എന്നാൽ ചെന്താമരയെ കണ്ടിട്ടില്ലെന്നും ആയുധം വാങ്ങിയത് തന്റെ സ്ഥാപനത്തിൽ നിന്നല്ല എന്നും കടയുടമ ചെന്താമരാക്ഷൻ പറഞ്ഞു. ഇല്ല ആ സൈസ് ഇല്ല എൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഈ സാധനം ഇവിടെ ഉണ്ടാക്കാറുമില്ല. അതുതന്നെയാണ് അതിൽ കുറച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ സീലുണ്ട്, ഇവിടുത്തെ ചെയ്യുന്നതിന് വൃത്തിയായിട്ടുള്ള സീലുകളുണ്ട്. ഇതിലൊന്നും സീലുമില്ല, ഒന്നുമില്ലാത്തതാണ്. അതേസമയം തെളിവെടുപ്പ് പൂർത്തിയാക്കിയെന്നും ആവശ്യമായ തെളിവുകൾ ലഭ്യമായെന്നും ആലത്തൂർ DYSP മുരളീധരൻ പറഞ്ഞു. മകളോട് വലിയ വാത്സല്യമുള്ള ചെന്താമര വീട് മകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും DYSP വ്യക്തമാക്കി. ഞങ്ങൾ ആ കത്തി വാങ്ങിയ 2 സ്ഥലങ്ങളും വെട്ടുകത്തി വാങ്ങിയ 2 സ്ഥലങ്ങളും കണ്ടെത്തി അയാളെ കാണിച്ചു തന്ന പ്രകാരം അപ്പോൾ അതിൽ നോക്കിയിട്ട് തെളിവെടുപ്പ് ഇതോടെ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല. ഇന്നൊരു 12-1 മണിയോടെ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഇനി കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനി നമുക്ക് മറ്റ് ക്രൈം വർക്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഇതോടെ അവസാനിച്ചു. ചെന്താമര പറമ്പ് കിളക്കാൻ മാസങ്ങൾക്ക് മുൻപ് ആയുധം വാങ്ങിയ മറ്റൊരു കടയിലും അന്വേഷണ സംഘം എത്തി. എന്നാൽ ഈ ആയുധം കൃത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.